വായിച്ചു നോക്കി ഒരു 5 മിനിറ്റ് എല്ലാം വായിച്ചു നോക്കിയിട്ട് എന്നോടിപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു, ഓക്കെ CBI അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് CBI അന്വേഷണത്തിന് വിടാം. പുള്ളി അത് നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. പുള്ളി എന്നോട് ഉറപ്പ് പറഞ്ഞു CBI അന്വേഷണം തന്നെ വിടാം എന്ന് പറഞ്ഞു. പുള്ളി അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു 5-6 വർഷത്തിന് ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട്, ആത്മഹത്യയും അപകടവും, അതെല്ലാം അന്വേഷിക്കണം. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിന് ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചാൽ മതി. അത് അന്വേഷിക്കണം. അവർ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ഞാൻ എൻ്റെ വികാരമോ പറയുന്നത്. അതിനുള്ള നിയമവശം എനിക്കറിയില്ല. കോളേജിൽ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ട, ഇതിനൊരു തീരുമാനമായിട്ട് അറിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇത്രയും പേര് വന്നല്ലോ പ്രതിയിൽ. ഡീന് വന്നു, കാന്തനാഥൻ വന്നു, എല്ലാവരും വന്നു. അവരെ കൊലക്കുറ്റത്തിന് ചേർക്കട്ടെ. 302 വകുപ്പ് ചേർത്ത് കൊണ്ടുപോയിട്ട് തുറക്കണോ വേണ്ടെന്നുള്ള കാര്യം അവർ ആലോചിച്ചാൽ മതി. അച്ഛൻ്റെ പ്രതികരണമാണ് കേട്ടത്. ഈ തിങ്കളാഴ്ച കോളേജ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച തുറക്കാനാണ് തീരുമാനമായിരുന്നത്. പക്ഷേ അത് പാടില്ല. ഇതിലൊരു തീരുമാനം വന്നതിന് ശേഷം മാത്രം മതി ഇനി ആ കോളേജ് തുറക്കുന്നതെന്നാണ് അച്ഛൻ പറയുന്നത്. ജിബിൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിൽ ഒരു അനുകൂലമായ സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് CBI അന്വേഷണമാണ്. മറ്റൊന്ന്, ഈ സിദ്ധാർത്ഥിന്റെ സുഹൃത്തായിരുന്ന അക്ഷയ് കൂടി പ്രതിസ്ഥാനത്ത് വരണം എന്നുള്ളതാണ്. പ്രതിപട്ടികയിൽ അക്ഷയെ ചേർക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത്തരത്തിൽ, അതായത് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ്റെ ആവശ്യങ്ങളൊക്കെ തന്നെ ആദ്യം ചെന്നോടെ തന്നെ മുഖ്യമന്ത്രി കേൾക്കുകയുണ്ടായി. അതിനുശേഷമാണ് എന്താണ് കുടുംബത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഇവർ ഈ CBI അന്വേഷണം, അതുപോലെ തന്നെ അക്ഷയെ പ്രതി ചേർക്കണം, സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി, അതുപോലെ തന്നെ ഡീനിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം. ഈ കാര്യങ്ങളാണ് സിദ്ധാർത്ഥിൻ്റെ കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യങ്ങളായി ഉന്നയിച്ച. അത് തന്നെയാണ്, അതായത് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് CBI അന്വേഷണത്തിൻ്റെ കാര്യമാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന്മേൽ, അതായത് CBI അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുടുംബത്തിൻ്റെ ഈ 3 ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കുടുംബം ഇപ്പോൾ, അതായത് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ കുടുംബം തൃപ്തരാണ്. ഇനി അതായത് സ്വാഭാവികമായും CBI അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ കുടുംബത്തെ സമീപിക്കും. ആ ഒരു സമയത്ത് അവർ, അതായത് ഇവർ പ്രധാനമായി എടുത്തു പറയുന്ന, കഴിഞ്ഞ കുറച്ച് നാളുകളെ കുടുംബം പറയുന്ന ഈ ആവശ്യങ്ങളുണ്ട്. അതായത് അക്ഷയാണ് പ്രധാനമായി കുടുംബത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്ന CBI അന്വേഷണത്തെക്കാളും അക്ഷയെ പ്രതി ചേർക്കണം. അക്ഷയ് വെറും സാക്ഷിയോ മാപ്പ് സാക്ഷിയോ അല്ല ആക്കേണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറയുന്നുണ്ടായിരുന്നു, ഈ അക്ഷയെ ഇപ്പോൾ MM മണി ആണ് ഒളിപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങളുണ്ടെന്ന് T സിദ്ദിഖ് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഗുരുതരമായ ആരോപണം. ആ ആവശ്യത്തിൽ എന്ത് സമീപനം ഉണ്ടാകുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്.